നമസ്കാരം, ഞാൻ ഡാഗി സന്ദീപ്, വേദിക് ആസ്ട്രോളജർ. ഇന്ന് നമ്മൾ പറയുന്നത് ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള ഇടവക്കൂറുകാരുടെ ഗോചരഫലമാണ്. ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം, പാതി എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. ഇവർക്ക് 1-ാം ഭാവത്തിൽ ചൊവ്വയും 2-ാം ഭാവത്തിൽ സൂര്യനും 3-ാം ഭാവത്തിൽ ഗുരുവും 4-ാം ഭാവത്തിൽ കേതുവും 11-ാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു. ഈ ഒരു മാസം ഇവരുടെ ഫലങ്ങളാണ് പറയുന്നത്. തൊഴിൽ സാമ്പത്തികപരമായി ഇവർക്ക് അനുകൂലമാണ്. 11-ലെ ശനി ധനലാഭം ഉണ്ടാക്കി തരും. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു വരാനും അതുപോലെ കെട്ടിക്കിടക്കുന്ന പണം, എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ ആ പണം തിരികെ കിട്ടാനും ഇതുപകരിക്കും. 2-ാമത്തെ ഫലം എന്ന് പറയുന്നത് കുടുംബം പ്രണയബന്ധങ്ങളിലുള്ളതാണ്. അതിൻ്റെ ഫലത്തിൽ കലഹപ്രിയത്വം കൂടുതലാവാൻ സാധ്യതയുണ്ട്. 1-ാം ഭാവത്തിലെ ചൊവ്വ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. അഹംഭാവം, ഈഗോ പ്രശ്നങ്ങൾ വരാം. അതിനെ നമ്മൾ നിയന്ത്രിക്കുക. 3-ാമത്തെ കാര്യം ആരോഗ്യം. ആരോഗ്യപരമായി കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അലച്ചിൽ, യാത്രാക്ലേശം, ചെറിയ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതൊന്ന് നമ്മൾ യോഗ, ധ്യാനം എന്നിവയിലൂടെ മാറ്റിയെടുക്കുക. അനുകൂല ദിവസങ്ങളെ പറ്റി പറയാം. അതായത് ജൂലൈ 5, ജൂലൈ 8, ജൂലൈ 13, ജൂലൈ 17, ജൂലൈ 24, ജൂലൈ 25 ഈ ദിവസങ്ങൾ അനുകൂല ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക്. ഇടവക്കൂറുകാർക്കുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായും ഇടവക്കൂറിന്റെ അധിപ എന്ന് പറയുന്നത് ശുക്രനാണ്. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം, വെള്ളിയാഴ്ച വ്രതം, വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന, വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തി നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തെച്ചിപ്പൂമാല, ഇതെല്ലാം വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നതും വെള്ളിയാഴ്ച ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ശുക്രപ്രീതി വരുത്താൻ സഹായിക്കും. മറ്റൊരു പരിഹാരം ശിവനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശിവഭജനം, കൂവളമാല, ധാര എന്നിവ നൽകിക്കൊണ്ട് ശിവഭജനം നടത്തുക. ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവഭജനം നടത്തിയാൽ ഒരുപാട് ഗുണം, പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. 3-ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചൊവ്വയെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ പ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. ഇത്രയും പരിഹാരങ്ങൾ ചെയ്താൽ ഒരുവിധം മനസ്സമാധാനത്തോടു കൂടി തന്നെ ഇടവക്കൂറുകാർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ജൂലൈ മാസത്തിൽ സാധിക്കുന്നതാണ്. നന്ദി.